ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. നമസ്കാരം ശ്രീകാന്ത് ജി. ഞാൻ പി ജിക്ക് പഠിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ അനുഭവം എഴുതുന്നത് എന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെ വൈഫിനെ കുറിച്ചാണ് കേട്ടോ. പേര് ജിനി, സാറിൻ്റെ പേര് സിജോ എന്നാണ്. ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ സാറിനൊരു കോള് വന്നു. അത് കഴിഞ്ഞതും സാർ ആകെ ഡെസ്പായ പോലെയായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ സങ്കടപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവാണ്. എനിക്ക് സർവേക്ക് പോകേണ്ടതുണ്ട്, അതിൽ നിന്ന് മാറാൻ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് പകരം ഒരു ടീച്ചറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായി, അതാണ് വിളിച്ചതെന്ന്. അപ്പോൾ ഞങ്ങൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറയാ, ഒരു ദിവസം സാറിൻ്റെ കാലിൽ ചെറിയൊരു അരിമ്പാറ പോലെ കണ്ടു. ആദ്യം നിസ്സാരമാക്കിയെങ്കിലും അത് വലുതാവാൻ തുടങ്ങി. അപ്പോൾ സാർ അത് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു തരം സ്കിൻ ക്യാൻസർ, മെലനോമ എന്ന റിസൾട്ട് വന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി. സാറ് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴും വന്നപ്പോഴും ഇത് തന്നെ ആലോചന. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഒരു പോസ്റ്റ് കണ്ടുട്ടോ. അതിങ്ങനെയാണ്: ആധിയും വ്യാധിയും കൊണ്ടോടിയെത്തുന്ന ആപാലവൃദ്ധരെ കോൽമയിൽ കൊള്ളിക്കും ഗുരുവായൂരെ കണ്ണനിതാ മുന്നിൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ സന്തോഷമാണോ സങ്കടമാണോ, എൻ്റെ കണ്ണൻ കൂടെയുണ്ട്, ആ ടീച്ചർക്ക് ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ തന്നെ സാറിന് അയച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നുകൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനും ഗ്രൂപ്പിലെ പരിചയമുള്ള ആൻറ്റിക്കും അയച്ചു, അർത്ഥം പറഞ്ഞു തരാൻ. ഞാൻ വിചാരിച്ചത് തന്നെ ആൻറ്റിക്കും അയച്ചു കേട്ടോ, ഞാൻ വിചാരിച്ചത് തന്നെ അല്ലെന്നറിയാൻ. എന്നിട്ട് അവരോട് കാര്യവും പറഞ്ഞു. ഫ്രണ്ട് അന്ന് ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ഗുരുവായൂരുകാരിയാണ്. എനിക്ക് കണ്ണൻ്റെ നാമബുക്കും ജ്ഞാനപ്പാന, വിഷ്ണു സഹസ്രനാമ ബുക്കും ഒക്കെ തരാറുണ്ട്. എങ്ങനെ ഏകാദശി എടുക്കണം, എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു തരും. അതുപോലെ ആൻറ്റിയും. ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരൂ കേട്ടോ. അങ്ങനെ രണ്ടാളും ഒരുപോലെ അർത്ഥം പറഞ്ഞു തന്നു. ഞാൻ ത്രിമധുരം കേൾക്കാറുണ്ട്. ഈ അടുത്താണ് ഗ്രൂപ്പിൽ മെമ്പറായത്. അങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും കണ്ണു നിറയാറുണ്ട്, എൻ്റെ കണ്ണൻ്റെ ലീലകൾ കേട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ മിസ്സിൻ്റേത് മാറിയാൽ പറയാമെന്ന്. ആരോടും പറഞ്ഞില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ക്ലാസ്സിലെ ഒരു കുട്ടി സാറിനോട് എന്തായി സാർ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ സാറ് പറയാ, രാജഗിരി എറണാകുളം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഡൗട്ട് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതൊരു ഡിസീസ് ആവാം, ക്യാൻസർ അല്ലായിരിക്കാമെന്ന്. ട്യൂസ്ഡേ അതിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതിൽ പറഞ്ഞാൽ എൻ്റെ വൈഫിന് ക്യാൻസർ അല്ലെന്ന് തെളിയും. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ കുട്ടികളെ, കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ശരിക്കും കരച്ചിൽ വന്നു. ക്ലാസ് കഴിഞ്ഞ് സാറ് പോയപ്പോൾ പേഴ്സിലുള്ള എൻ്റെ കണ്ണൻ്റെ കീ ചെയിൻ എടുത്ത് കുറേ ഉമ്മ വെച്ചു, നന്ദിയും പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല സന്തോഷമായിട്ടോ, കണ്ണൻ കൈവിടില്ലെന്ന് ഉറപ്പായി. എന്നിട്ട് സാർ ട്യൂസ്ഡേ മീറ്റിങ്ങിന് പോയി. വെനസ്ഡേക്ക് ക്ലാസ്സിൽ വന്നപ്പോൾ കയറുമ്പോൾ ചിരിച്ചിട്ടാ വന്ന്. അത്ര ദിവസം സാർ ആകെ വിഷമത്തിലായിരുന്നു വന്നിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നിട്ട് സാറ് പറഞ്ഞു, ആ ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് അവർ റിസൾട്ട് അനൗൺസ് ചെയ്തു ക്യാൻസർ അല്ല എന്ന്. അതും 2-3 വട്ടം ടെസ്റ്റ് നടത്തി, അതിലൊക്കെ നെഗറ്റീവ് എന്നാ വന്നതെന്ന്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ കഥ, എന്തൊരു ഭാഗ്യമുള്ള സാറാണല്ലേ. കുട്ടികളെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക, ടീച്ചർക്ക് വേണ്ടിയും ടീച്ചറുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ എന്ന് പറയുമ്പം തന്നെ ഒരു മനോഹരമായിട്ടുള്ള അനുഭവം അല്ലേ. ഇന്ന് ഈ അനുഭവം പറയാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമാണ്. എന്താ പറയേണ്ടത്. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക കേട്ടോ. വേറെ എന്താ വിശേഷം? വേറെ ഒന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു.